ഗൈസ്, ഇപ്പോൾ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഡെവലപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് നടന്നിരുന്നു. ആ ഒരു ഇവൻറ്റിൽ മെയിനായിട്ടും മൈക്രോസോഫ്റ്റിന് വരാൻ പോകുന്ന പുതിയ AI ഇൻ്റഗ്രേഷനാണ് മെയിനായിട്ടും ആ ഒരു ഇവൻറ്റിൽ ഉണ്ടായത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പുതിയ പ്രോഡക്ട്സിനെ പറ്റിയല്ല മെയിൻ, അതിൻ്റെ AI ഇൻ്റഗ്രേഷനെ പറ്റിയാണ്. പക്ഷെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിലേക്ക് വരാൻ പോകുന്ന, അതായത് വിൻഡോസ് 11ലേക്ക് വരാൻ പോകുന്ന ഒരു ഫീച്ചറിനെ പറ്റിയാണ്. അതാണ് വിൻഡോസ് കോപൈലറ്റ്. അപ്പം ഈ ഒരു ഫീച്ചറും ഒരു AI ഫീച്ചറാണ്, ഒരു ചാറ്റ് ബോട്ട് പോലെയാണ് വർക്ക് ചെയ്യുക. ഈ ഒരു ചാറ്റ് ബോട്ട് നമ്മുടെ വിൻഡോസ് 11 സിസ്റ്റത്തിൽ ഇൻബിൽട്ട് ആയിട്ട് വരും ആ ഒരു അപ്ഡേറ്റിന് ശേഷം. പക്ഷേ ഇവിടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ സാധാരണ AI ചാറ്റ് ബോട്ട്സിനോട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ചാറ്റ് ബോട്ടിൽ ചോദിക്കുക. പക്ഷേ ഇവിടെ ഈ ഒരു വിൻഡോസ് കോപൈലറ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വിൻഡോസ് സിസ്റ്റത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ തരം കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ചോദിക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പം വിൻഡോസ് 11ലേക്ക് പുതിയതായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം സംശയങ്ങളുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ആ ഒരു കോപൈലറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സെറ്റിങ്സ് ആയാലും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമ്പിളായിട്ട് തന്നെ ഈ ഒരു വിൻഡോസ് കോപൈലറ്റിൻ്റെ ആ ഒരു പ്രൊമോ വീഡിയോ അവർ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഒരു സിസ്റ്റം വർക്കിന് വേണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് തരാവുന്നതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഫോക്കസിൻ്റെ ഓപ്ഷനും അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക് മോഡ് ഓൺ ആക്കാനുള്ള ഓപ്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഡാർക്ക് മോഡ് സെറ്റ് ചെയ്യാനാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് ആ ഒരു കോപൈലറ്റിനോട് ചോദിച്ചാൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. അതുപോലെ സിസ്റ്റത്തിൻ്റെ ഏത് കാര്യങ്ങളായാലും നമുക്ക് അതുപോലെ ചോദിച്ച് നമുക്ക് സെറ്റിങ്സ് മാറ്റാനും നമുക്ക് അങ്ങനെ പറ്റും. പിന്നെ ഒരു ഫീച്ചറിൻ്റെ ഒരു എക്സ്ട്രീം യൂസ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ റീറൈറ്റ് ചെയ്യാനും പിന്നെ സമ്മറൈസ് ചെയ്യാനുള്ള ഓപ്ഷനും തരുന്നുണ്ട്. അതായത് നിങ്ങളൊന്നും ചെയ്യേണ്ട, ഈ ഒരു വീഡിയോ കാണുന്ന പോലെ തന്നെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഏതാണോ അത് എടുക്കുക, അത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ആ ഒരു കോപൈലറ്റിലേക്ക് ഇട്ടാൽ മതി. ഓക്കെ, ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴത്തെ ഓപ്ഷൻസ് കാണാം, എക്സ്പ്ലെയിൻ, റീറൈറ്റ്, അതുപോലെ തന്നെ ആ ഒരു സമ്മറൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനും. അപ്പം ഇതിൽ ഏത് ഓപ്ഷനാണോ നിങ്ങൾ ചൂസ് ചെയ്താൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആ ഒരു ചാറ്റ് ബോട്ടിൽ വരും. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസിൻ്റെ മിക്ക എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു കോപൈലറ്റിനോട് തന്നെ ചോദിച്ച് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് മാക്സിമം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് വീഡിയോ തപ്പേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു സെറ്റപ്പ് വന്നാൽ. പിന്നെ ഈ ഒരു വിൻഡോസ് കോപൈലറ്റ് തേർഡ് പാർട്ടി ആപ്സിലും വർക്ക് ആവുന്നതാണ്. അതായത് ആ ഒരു വീഡിയോയിൽ ഒരു പ്ലേലിസ്റ്റ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സജസ്റ്റ് ചെയ്യുന്നത് സ്പോട്ടിഫൈയിൽ കുറച്ച് ടോപ്പായിട്ട് നിൽക്കുന്ന പ്ലേലിസ്റ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഈ ഒരു ഫീച്ചർ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, അപ്പം വയസ്സായവർക്കായാലും അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയാലും അവർക്കും ഈ ഒരു ഫീച്ചർ അടിപൊളിയാണ്. അപ്പം കോപൈലറ്റ് എങ്ങനെ യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിൻഡോസ് 7 നൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്ത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ ഒരു സ്റ്റേബിൾ വേർഷൻ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയുള്ള ആ ഒരു ഓവർവ്യൂ ആയിട്ട് പറയാനുള്ളത്. ഇപ്പം ഈ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഈ ഒരു കോപൈലറ്റ്, അതായത് വിൻഡോസ് കോപൈലറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു വിൻഡോസിൻ്റെ ഇൻസൈഡർ പ്രോഗ്രാമിൽ പാർട്ണർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് റോൾ ഔട്ട് വന്നത് ഈ ഒരു ജൂൺ മാസത്തിൽ തന്നെയാണ്. മൈക്രോസോഫ്റ്റ് ഈ ഒരു കോപൈലറ്റ് മാത്രമല്ല, ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് തോന്നിയത് ഈ ഒരു വിൻഡോസ് കോപൈലറ്റ് തന്നെയാണ്. അതാകുമ്പോൾ കാശും കൊടുക്കണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാ വിൻഡോസ് സിസ്റ്റത്തിലും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിൻഡോസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ വിൻഡോസ് 11 മാത്രമേ സപ്പോർട്ടുള്ളൂ, വിൻഡോസ് 10 ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് തന്നെയാണ് പറയാനുള്ളത് ആ ഒരു വിൻഡോസിൻ്റെ ആ ഒരു മൈക്രോസോഫ്റ്റ് കോപൈലറ്റിനെ പറ്റി. വിഷയം ഫീച്ചറാണ്, നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു കോപൈലറ്റ് ഉപകാരപ്പെടും. പലതരം സെറ്റിങ്സ് മാറ്റാനും അതുപോലെ സെറ്റിങ്സ് മാറിപ്പോയാൽ അതെങ്ങനെ തിരിച്ച് സെറ്റിങ്സ് ആക്കാം, അങ്ങനത്തെ കുറേ പരിപാടികൾ നമുക്ക് ഈ ഒരു വിൻഡോസ് കോപൈലറ്റ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.